കാര്യം എന്തും ആവട്ടെ, അതായത് പിന്നെ ഇൻവിസിബിൾ ആക്കുന്നതാവട്ടെ, മറ്റെന്തെങ്കിലും വസ്തുക്കളെ കാണിച്ചു കൊടുക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും മറപ്പിക്കുന്ന അംനീഷ്യ ടൈപ്പ് ആവട്ടെ, ഇതൊക്കെയാണെങ്കിലും ബേസിക്കലി നടക്കുന്നത് ഒറ്റ കാര്യമാണ്. ദാറ്റ് ഈസ് സിദ്ധനാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ദാറ്റ് ഈസ് ഡിഫറെന്റ്. അതായത് ആക്ച്വലി അതെല്ലാം ഇമാജിനേഷൻസ് ആണല്ലോ കയറി വരുന്നത്. ഈ അങ്ങനെ ഇമാജിനേഷൻ വെച്ച് നമുക്ക് എന്തും ചെയ്തൂടെ? ശരിക്കും പറഞ്ഞാൽ ആ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്ത് സജഷൻസ് കൊടുത്ത് അങ്ങോട്ട് എത്തിക്കാൻ പറ്റും അല്ലെ ഒരു ട്രെയിൻഡ് ആയ ആൾക്ക്. അതെ അതെ അതെ. നമ്മളിപ്പോ വീഡിയോസ് ആയിട്ട് ഒരുപാട് കാണുന്നുണ്ട്. ആൾക്കാരെ നേക്കഡായിട്ട് കാണിക്കുക, പ്രേതത്തെ വരുത്തുക, വേറെ അപ്പൊ അതിനകത്ത് നിർഭയതന്നെ കുറെ ചെയ്യുന്ന ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഇൻവിസിബിൾ ആക്കുക, പ്രേതത്തെ കൊണ്ടുവരിക, ദിനോസറിനെ ഒരു വീഡിയോക്കകത്ത് കൊണ്ടുവന്നില്ലേ? അപ്പൊ ശരിക്കും എന്താണ് അതിന്റെ പിന്നിലെ രഹസ്യം എന്നല്ല ആ സംഭവം അതൊന്ന് പറയുവാണെങ്കിൽ? അത് കാര്യം എന്തും ആവട്ടെ, അതായത് പിന്നെ ഇൻവിസിബിൾ ആക്കുന്നതാവട്ടെ, മറ്റെന്തെങ്കിലും വസ്തുക്കളെ കാണിച്ചു കൊടുക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും മറപ്പിക്കുന്ന അംനീഷ്യ ടൈപ്പ് ആവട്ടെ, ഇതൊക്കെയാണെങ്കിലും ബേസിക്കലി നടക്കുന്നത് ഒറ്റ കാര്യമാണ്. ദാറ്റ് ഈസ് സജഷൻ, പവർ ഓഫ് സജഷൻ. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കൊളാബറേറ്റീവ് പ്രോസസ്സാണ് ഹിപ്നോട്ടിസം. അപ്പോൾ നമ്മൾ ഇത് പിന്നെ സജഷൻ സ്വീകരിക്കാൻ തയ്യാറുള്ളവരെയാണ് നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് ക്ലിയർ ആയിട്ട് സജഷൻ കൊടുക്കുന്നു. ഇതാ നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല. ഇനി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതിലൊരു കാര്യമുണ്ട്. ഇത് ഇപ്പോൾ 10 പേരുണ്ടെന്ന് വിചാരിക്കുക. ഈ 10 ചിലപ്പോൾ 5 പേര് കാണുന്നുണ്ടാവും, 5 പേര് കാണുന്നുണ്ടാവില്ല. അങ്ങനെയും വരാട്ടോ. അതെന്താന്ന് വെച്ചാൽ ഈ ഹിപ്നോട്ടിസം ഇത് മാജിക് ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലായിട്ട് എല്ലാവരും ഒരുപോലെ അല്ല ഇത് എക്സ്പീരിയൻസ് ചെയ്യുക. അതിന് ടെക്നിക്കലി നമ്മൾ പറയുക സജസ്റ്റിബിലിറ്റി എന്നുള്ളൊരു ടേമാണ്. സജഷൻ സ്വീകരിക്കാൻ എത്രത്തോളം സ്കില്ലുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഇത് സ്വാഭാവികമായിട്ടും പലരിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നല്ല സജസ്റ്റിബിലിറ്റി ഉള്ളവർക്ക് പെട്ടെന്ന് സജഷൻ സ്വീകരിക്കാൻ പറ്റും. അത് ഇൻവിസിബിൾ ആണെങ്കിൽ ഇൻവിസിബിൾ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അല്ല മറ്റെന്തെങ്കിലും ഒരാളെ കാണുന്ന പറയുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെ ഈ സംഗതികളും നമ്മൾ നേരത്തെ പറഞ്ഞ ചിലന്തിവലയായിട്ട് കണക്റ്റഡ് ആട്ടോ. ഒരു ഭൂതപ്രേത ബാധ ഒഴിപ്പിക്കാന്ന് പറഞ്ഞ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ ആള് ഹിപ്നോട്ടിസം ഉപയോഗിച്ച് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്. അതല്ലാണ്ട് ഒരു സിദ്ധനാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ദാറ്റ് ഈസ് ഡിഫറെന്റ്. അതായത് ആക്ച്വലി അതെല്ലാം ഇമാജിനേഷൻസ് ആണല്ലോ കയറി വരുന്നത്. ഈ അങ്ങനെ ഇമാജിനേഷൻ വെച്ച് നമുക്ക് എന്തും ചെയ്തൂടെ? ശരിക്കും പറഞ്ഞാൽ ആ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്ത് സജഷൻസ് കൊടുത്ത് അങ്ങോട്ട് എത്തിക്കാൻ പറ്റും അല്ലെ ഒരു ട്രെയിൻഡ് ആയ ആൾക്ക്. അതെ അതെ അതെ. ഇത് വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പം ഈ മാജിക്കൽ ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞ കുറേ പരിപാടികൾ നടക്കുന്നുണ്ടല്ലോ. അതിലൊക്കെ ആക്ച്വലി ചെയ്യുന്നത് പിന്നെ 2 കാര്യങ്ങളാണ്. ഒന്ന് പ്രീ സെറ്റ് ചെയ്ത കുറച്ച് ആക്ടേഴ്സ് കാണും. ഈ ആക്ടേഴ്സ് വീഴാനും തുള്ളാനും ഒക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് ഹിപ്നോട്ടിസം ഉണ്ടാവും. കാരണം ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് സജഷനാണ്. അത് പിന്നെ ഉറങ്ങണമെന്നില്ല, ഉറക്കം കണ്ണടക്കണം എന്നൊന്നുമില്ല ഹിപ്നോട്ടൈസ്ഡ് ആവാൻ. അപ്പോൾ ആ സജഷൻ വെച്ച് കുറേ പേർക്ക് വർക്ക് ചെയ്യും. അപ്പോൾ ചിലർക്ക് ഈ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ റിലീഫ് കിട്ടിയെന്ന് വരും. അപ്പോൾ അവർ പറയും അയ്യോ എന്തോ ദിവ്യത്വം. അവർ ഇന്ത്യൻ ഇഷ്യൂസിന് ഒരു സൊല്യൂഷൻ കിട്ടും. അതെ അതെ അതെ. അതുപോലെ തന്നെ ഈ ഹിപ്നോട്ടിസം എന്താണെന്ന് ആൾക്കാർക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഒന്ന് പങ്കുവെക്കാവോ? എസ്പെഷ്യലി ഈ ട്രാൻസ് എന്നൊക്കെ വാക്ക് പറയുമ്പോൾ ആൾക്കാർക്ക് അത്രയും കണക്ട് ചെയ്യപ്പെടത്തില്ല. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫോക്കസ്ഡ് അറ്റൻഷൻ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഫോക്കസ്ഡ് അറ്റൻഷൻ ഉണ്ടാവും. പിന്നെ സജസ്റ്റിബിലിറ്റി ഏറ്റവും കൂടിയ സ്റ്റേറ്റ് ആണ്. സജഷൻ സ്വീകരിക്കാനുള്ള റെസിസ്റ്റൻസ് ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റ് ആണ്. ഒരു സ്പെഷ്യൽ സ്റ്റേറ്റ് ആണ് സജസ്റ്റിബിലിറ്റി എന്നുള്ളത്. സജസ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, പിന്നെ നിങ്ങൾക്കിപ്പോൾ പിന്നെ കണ്ണുകൾ അടയുന്നത് പോലെ തോന്നുന്നു. ഈ പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അല്ല തോന്നുക. അത് നന്നായിട്ട് തോന്നുന്നവർ നന്നായിട്ട് സജസ്റ്റിബിലിറ്റി ഉള്ളവരാണ്. അപ്പോൾ എന്ത് സജഷനാണോ അത് എന്തും ആവാം. അതിപ്പോൾ നേരത്തെ ഇൻവിസിബിളിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതും സജഷനാണ്. അപ്പോൾ ഇത്തരം സജഷൻ സ്വീകരിക്കാനുള്ള കഴിവാണ് സജസ്റ്റിബിലിറ്റി. അപ്പോൾ ഈ സജസ്റ്റിബിലിറ്റി അതിൽ തന്നെ ഓരോരുത്തരിലും വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ അനീഷിൻ്റെ ഒരു സജസ്റ്റിബിലിറ്റി ഇപ്പോഴുള്ള സജസ്റ്റിബിലിറ്റി ആവില്ല. ഹിപ്നോട്ടൈസ്ഡ് സ്റ്റേറ്റിലുള്ള സജസ്റ്റിബിലിറ്റി കൂടും. സജഷൻ സ്വീകരിക്കാനുള്ള കഴിവ് കൂടും. അതായത് ഒരു വ്യക്തിയുടെ സജഷൻ സ്വീകരിക്കാൻ ഒപ്റ്റിമൽ ആയിട്ടുള്ള സ്റ്റേറ്റ്, അതാണ് ഈ ഹിപ്നോട്ടൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിന് മനസ്സിലാവാനാണ് നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള ടേം ആക്ച്വലി യൂസ് ചെയ്യുന്നത്. കാരണം ആ ഒരു ലീസ്റ്റ് റെസിസ്റ്റൻസ് സ്റ്റേറ്റിലാണ് നമ്മുടെ
ബാക്കി ബ്ലോക്കുകൾ അല്ലെങ്കിൽ ബാക്കി ട്രോമാറ്റിക് മെമ്മറീസ് ഒക്കെ കയറി വരുന്നത്. അപ്പോൾ ഇതാണ് സിംപ്ലി പറയുന്നത്. പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇത് പിന്നെ ആരാണ് കണ്ടുപിടിച്ചതെന്നറിയോ? ഇല്ല. അതായത് ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞു പോവുകയാണെങ്കിൽ ആദ്യം ഹിപ്നോട്ടിസത്തിൻ്റെ ഒരു ഫോർമാറ്റ് കൊണ്ടുവന്നത് ആൻറ്റൺ മെസ്മറാണ്. ആൻറ്റൺ മെസ്മർ കൊണ്ടുവന്നത് ആക്ച്വലി ഹിപ്നോട്ടിസം അല്ല, മെസ്മറിസം എന്ന് പറയുന്ന ഒരു ടെക്നിക്കായിരുന്നു. അതായത് ആനിമൽ മാഗ്നറ്റിസം എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതായത് ഓരോ വ്യക്തിയിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഈ മാഗ്നറ്റിക് ഫീൽഡിന് ഒരുപാട് പവർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം ചെയ്തത് പിന്നെ ഈ വ്യക്തികളെ പ്രശ്നമായിട്ട് വരുന്നവരെ ഈ മാഗ്നറ്റിക് പവർ വെച്ച് ഇദ്ദേഹം ഹീൽ ചെയ്യും. ഇത് ഓസ്ട്രിയൻ ആണ് ഇദ്ദേഹം, ആൻറ്റൺ മെസ്മർ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ചെയ്ത് പിന്നെ കുറേ ഫോളോയിങ് വന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോഴേക്ക് വൻ തിരക്കുകളായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചെയ്തത് ട്രീസിനെ മാഗ്നറ്റൈസ് ചെയ്യും. ട്രീസിനെ മാഗ്നറ്റൈസ് ചെയ്തിട്ട് ആളുകൾ ട്രീസിനെ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ബാക്കി കിട്ടും എന്നുള്ള രൂപത്തിൽ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നീട് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി കണ്ടെത്തിയത് ഈ ആനിമൽ മാഗ്നറ്റിസം എന്നുള്ളൊരു സംഗതി ഇല്ല, അങ്ങനെ ഒരു സംഗതി ഇല്ല. പിന്നെ അത് എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലേ? അവിടെയാണ് നമ്മുടെ ബിലീഫ്. അതായത് ഇത് തൊട്ടാൽ നിങ്ങൾക്ക് ഇന്ന കാര്യം കിട്ടും എന്ന് പറയുന്നത് ഒരു സജഷനാണ്, സ്ട്രോങ് ബിലീഫ്. ഓക്കെ, ആ ഒരൊറ്റ കാര്യം വെച്ചാണ് ഈ ആനിമൽ മാഗ്നറ്റിസം എന്നുള്ള കാര്യം വർക്ക് ചെയ്തത്. ഈ ഹിപ്നോട്ടിസത്തിൻ്റെ ഒരു മുൻപത്തെ രൂപം എന്ന് പറഞ്ഞാൽ മെസ്മറിസം ആണ്. പക്ഷേ മെസ്മറിസത്തെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, പിന്നീട് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഡോക്ടർ ജെയിംസ് ബ്രൈറ്റ്, ഇദ്ദേഹമാണ് ഹിപ്നോട്ടിസത്തെ ഈ ഒരു രൂപത്തിൽ, മോഡേൺ ആയിട്ടുള്ള രൂപത്തിലോട്ട് കൊണ്ടുവരുന്നത്. അതായത് ഈ അതിൻ്റെ യഥാർത്ഥ ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞുകൊണ്ട് ആനിമൽ മാഗ്നറ്റിസം എന്നുള്ള കോൺസെപ്റ്റ് അല്ല, മറിച്ച് ഈ സജഷൻ സ്വീകരിക്കുന്ന കാര്യമാണ് എന്നുള്ളൊരു ഐഡിയ ഒക്കെ കൊണ്ടുവന്ന ഡോക്ടർ ജെയിംസ് ബ്രൈറ്റ്. അദ്ദേഹം ഒരു സർജനും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സർജറിയിലൊക്കെ പെയിൻലെസ് സർജറി ചെയ്യാനൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. ഈ അങ്ങനത്തെ ഈ അത് വേറെയും കാര്യങ്ങളുണ്ട്. ഈ പെയിൻലെസ് ആയിട്ട് ഈ ചില ഡെലിവറി വരെ അക്കാലങ്ങളിൽ നടത്തിയിരുന്നു. കാരണം അന്ന് ഇത്രത്തോളം ടെക്നോളജി ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു രൂപത്തിലൊക്കെ അന്ന് ചെയ്തിട്ടുണ്ട്. ഈ ഡോക്ടർ ജെയിംസ് ബ്രൈറ്റ് കൊണ്ടുവന്ന് പിന്നെ അതിൽ ഒരുപാട് ആളുകളുണ്ട്. ഈ ഹിപ്നോട്ടിസം ഈ മോഡേൺ രൂപത്തിലോട്ട് എത്തിച്ചതിൽ ഒരുപാട് ആളുകൾക്ക് പങ്കുണ്ട്. അങ്ങനെയാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇതെന്താണെന്നറിയോ, പിന്നെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യമുണ്ട്. ഇപ്പോൾ ഒരു കത്തിക്ക് ഉപയോഗം പലതല്ലേ, ഉപയോഗിക്കാം, മുറിക്കാനും ഉപയോഗിക്കാം, അതുപോലെയാണ് ഇത് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട കാര്യം തന്നെയാണ്. പോസിറ്റീവായിട്ടുള്ള പേർപ്പസിന് ഉപയോഗിക്കാം. മുനീർ ഭായ് എവിടുന്നാ പഠിച്ചത്? ആരാണ് ഗുരുക്കന്മാർ? ഓക്കെ, അത് പറയുമ്പോൾ ഐ എം വെരി താങ്ക്ഫുൾ ആൻഡ് ഹാപ്പി. കാരണം എനിക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഹിപ്നോട്ടിസ്റ്റുകളിൽ നിന്ന് പഠിക്കാനുള്ള അവസരമാണ് കിട്ടിയിട്ടുള്ളത്. ആൻ്റണി ജാക്വിൻ ആൻഡ് ഫ്രെഡി ജാക്വിൻ, ഇവർ അച്ഛനും മോനും കേട്ടോ. ആൻ്റണി മോനാണ്, ഫ്രെഡി അച്ഛനാണ്. രണ്ടുപേരും UK വളരെ കഴിവുള്ള, ലോകത്ത് അറിയപ്പെടുന്ന ഹിപ്നോട്ടിസ്റ്റുകളാണ്. ഇവരുടെ കയ്യിൽ നിന്നാണ് ജാക്വിൻ ഹിപ്നോസിസ് അക്കാഡമി UK, ഇവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഹിപ്നോട്ടിസം പഠിച്ചത്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും രണ്ട് രൂപത്തിലും. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞു, കാരണം അതിന്റെ ഒരു ക്രെഡിബിലിറ്റി സൈഡ് ആൾക്കാരെ ഈ പറയുന്ന ആൾ ആരാണെന്നുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയുമ്പോൾ ഇത്തിരി ചമ്മലൊക്കെ ഉണ്ട്. അതായത് ഞാൻ M.Tech കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചിട്ടുള്ളത്. പിന്നീട് ജാക്വിൻ ഹിപ്നോസിസ് അക്കാഡമിയിൽ നിന്ന് സർട്ടിഫൈഡ് ഹിപ്നോട്ടിസ്റ്റ് ആയി. അതിന് മുമ്പ് വേറെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എഞ്ചിനീയർ. അതെ, M.Tech കഴിഞ്ഞ് പിന്നെ എനിക്ക് കമ്പ്യൂട്ടർ സയൻസിൽ UGCന്റെ ഈ JRF ഒക്കെ കിട്ടിയിരുന്നു. പക്ഷെ ആ വഴിക്ക് പോയില്ല. പിന്നെ ആകാശവാണിയിൽ ടീച്ചർ ഉള്ളിലുണ്ടായിരുന്നു, ശരിക്കും ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ ടീച്ചർ എന്ന് പറഞ്ഞു ട്രെയിനിങ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഈ പാർട്ട് ടൈം ആയിട്ട് ട്രെയിനിങ് ചെയ്തിരുന്നു. M.Tech ഒക്കെ ചെയ്യുന്ന സമയത്ത് പാർട്ട് ടൈം ആയിട്ട് ASAPലൊക്കെ ട്രെയിനിങ് ചെയ്തിരുന്നു. അന്ന് ലൈഫ് സ്കിൽസ് ആ ഒരു രൂപത്തിൽ ട്രെയിനിങ് ചെയ്തിരുന്നു. പിന്നീട് ഹിപ്നോട്ടിസം പഠിക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് ആണ് ഹിപ്നോട്ടിസം പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചു. പിന്നെ പഠിച്ചു കഴിഞ്ഞ് നമ്മളിത് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുമല്ലോ. അങ്ങനെ ഇത് ഈ യൂസ്ഫുൾ ആണെന്ന് കണ്ടപ്പോൾ, ഇതിനൊരു പേർപ്പസ് ഉണ്ട് എന്ന് കണ്ടപ്പോൾ, യൂസ് ഉണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കണമല്ലോ, ആ കാര്യം മറ്റുള്ളവർക്കും കൂടെ കൊടുക്കണമല്ലോ. ആ ഒരു രൂപത്തിലാണ് ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ ഇതിലുള്ളൊരു സന്തോഷം, ഇപ്പോൾ കഴിഞ്ഞ വർഷം 2024
ബെസ്റ്റ് ഹിപ്നോട്ടിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് കേരളത്തിലുള്ളത് കിട്ടി. അതിന് പ്രത്യേകമായ താങ്ക് യു. ഫസ്റ്റ് ടൈം ആണ് അല്ലേ? ഫസ്റ്റ് ടൈം, അതിന്റെ ഫസ്റ്റ് എഡിഷൻ കൊച്ചി വെച്ചായിരുന്നു. കൊച്ചിയിൽ വെച്ചായിരുന്നു. അയാഷ് എന്നുള്ള സംഘടന, ഓൾ ഇന്ത്യ അയാഷ് എന്നുള്ള സംഘടനയല്ല, അയാഷ് എന്നുള്ള ഫേമാണ് ആ അവാർഡ്. ഞാൻ അവാർഡ് അതെല്ലാം ഓർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. ആമസോൺ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു. അതെ അതെ അതെ. അങ്ങനെ ഒരുപാട് അച്ചീവ്മെന്റ്സ്. അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റുമായിട്ട് അടുത്ത് വരുവാണ് ജി ഫോർ ഗ്രോ പർപ്പസ്ഫുള്ളി. ഇപ്പോൾ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്ന് മുനീർ ഭായ് കണ്ടെത്തിയപ്പോൾ അതിലേക്ക് അത് എത്തിച്ചേർന്നുള്ളതാണ് അല്ലേ? ശരി. ഇനി എന്താണ് ഇതിൻ്റെ ഒരു പ്ലാൻ? മുമ്പോട്ട് ഹിപ്നോട്ടിസം വഴി എങ്ങനെ സഹായിക്കാനാണ് ആഗ്രഹിക്കുന്നത് സമൂഹത്തെ? അതിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ 2 തരത്തിലുള്ള സഹായം ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, ഒന്ന് പറയാൻ വയ്യ, കാരണം ഞാനിത് തേടി കണ്ടുപിടിച്ചാണ് ഞാൻ പഠിച്ചത്. കാരണം എനിക്ക് മൈൻഡ് പവർ ഒന്ന് നേരത്തെ പഠിച്ചു, NLP മൈൻഡ് പവർ നേരത്തെ പഠിച്ചെങ്കിലും എനിക്ക് ഹിപ്നോട്ടിസം പഠിക്കുന്നത് വലിയ ആഗ്രഹമായിരുന്നു. കാരണം അതിന്റെ റിസൾട്ട് എന്താണെന്ന് എനിക്കറിയാം. അങ്ങനെ മുനീർ ഭായിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ തപ്പി പിടിച്ച് മഞ്ചേരി വന്ന് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ചോദിച്ചത്. അപ്പോൾ അതിന്റെ റിസൾട്ട് എനിക്ക് നന്നായിട്ട് അറിയാം, പഠിച്ചതിൻ്റെ ഗുണം. ഓക്കെ, എൻ്റെ സുഹൃത്തുക്കൾക്കിടയിൽ ഞാനത് റെഫർ ചെയ്ത ആൾക്കാർക്കെല്ലാം ഗുണം അറിയാം. അപ്പം ഏത് തരത്തിലാണ് നമ്മുടെ ഈ സമൂഹത്തെ സഹായിക്കുക? കാരണം എനിക്കും പേഴ്സണലി സഹായം ആവശ്യമുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഈ ഒരു സീരീസ് മുമ്പോട്ട് പോയപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നത് ഞങ്ങളുടെ സ്കില്ല് ഞങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണം, കോൺഫിഡൻസ് വേണം, സ്റ്റക്കാണ്, എവിടെയൊക്കെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഇതിനൊക്കെ ഉള്ള സൊല്യൂഷൻ ഹിപ്നോട്ടിസിലുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം എങ്ങനെ സഹായിക്കാൻ പറ്റും? ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നത് 2 രൂപത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റും. ഒന്ന്, അവർക്ക് ആ ഒരു മൈൻഡിൽ ഉള്ള പ്രശ്നങ്ങളുണ്ട്. പ്രശ്നം എന്ന് ഉദ്ദേശിച്ചത് വലിയ പ്രശ്നം എന്നല്ല. കാരണം വലിയ പ്രശ്നങ്ങൾക്ക് ശരിക്കും എന്ത് വേണം, അവർ പിന്നെ സൈക്യാട്രി ആ രൂപത്തിൽ പോകണം, ഡോക്ടറുടെ സഹായം തേടണം. അതല്ലാതെ അവരുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പേടി വന്നിട്ടുള്ളത് എന്ന് അവരെ റെക്കഗ്നൈസ് ചെയ്യാൻ സഹായിച്ച് സെൽഫ് ഹിപ്നോട്ടിസം പഠിപ്പിച്ച് ആ രൂപത്തിൽ സെൽഫായിട്ട് തന്നെ അവരെ കോച്ച് ചെയ്ത് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കും. ഒരു 1-to-1 കോച്ചിങ്ങിലൂടെ. 1-to-1 കോച്ചിങ് ഇറ്റ്സ് എ സെക്കൻഡ് മെത്തേഡ്. ഞാൻ പറയാം 1-to-1 അല്ലാതെ തന്നെ നമ്മൾ അതിൻ്റെ ടൂൾസ് കൊടുക്കുന്നു, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഗ്രൂപ്പ് കോച്ചിങ്, ആ ഒരു രൂപത്തിൽ അവർ സെൽഫ് ഹിപ്നോസിസ് പ്രാക്ടീസ് ചെയ്യുന്നു. ആ രൂപത്തിൽ അവർക്ക് വേണ്ട റിസൾട്ട് അച്ചീവ് ചെയ്യുന്നു. സെക്കൻഡ് തിങ്, നീഡഡ് ആയിട്ടുള്ളവർക്ക് 1-to-1 കോച്ചിങ്. 1-to-1 കോച്ചിങ് ആകുമ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ ആ കാര്യങ്ങളിലോട്ട് ഇറങ്ങി ചെന്നുകൊണ്ട് ചെയ്യുന്ന രൂപത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ കിടക്കുന്നുണ്ട്, 1-2 പുസ്തകങ്ങളും കൂടെ മനസ്സിലുണ്ട് എഴുതാനായിട്ട്. അതെ അതെ അതെ, സമൂഹത്തിൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഇന്ന് ശരിക്കും മുനീർ ആമിർ ഇവിടെ വന്നപ്പോൾ, ഒരു പ്രോഗ്രാമിനോട്ട് വന്നപ്പോൾ ഞാൻ പിടിച്ചു നിർത്തി പെട്ടെന്ന് ഷൂട്ട് ചെയ്താണ് ഈ ഒരു കാര്യം. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് റിക്വയർമെൻറ്റ്, നിങ്ങളുടെ എന്ത് ചലഞ്ചാണ് ഓവർകം ചെയ്യുന്ന ആഗ്രഹിക്കുന്നത്, അതൊന്ന് കമൻറ്റ് ചെയ്തു. അതിന് ഏത് തരത്തിൽ നമുക്ക് സൊല്യൂഷൻ നൽകാമെന്നൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻസുമായിട്ട് നമുക്ക് മുമ്പോട്ട് തീർച്ചയായും വരാം. അപ്പോൾ മുനീർ ഭായ് ഇത്രയും തിരക്കിനിടയിലും വന്ന് നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് ഇത്രയും സിമ്പിളാക്കി ഇത് പറഞ്ഞതിനുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് ആസ്വദിച്ചു. നല്ല ചോദ്യങ്ങളും നല്ല ഇൻട്രാക്ഷനും ആയിരുന്നു. താങ്ക് യു. അതോടൊപ്പം ഒരു കാര്യമുണ്ട്, ഇനിയും കുറച്ച് ചോദ്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ടാവും. അപ്പോൾ വീണ്ടും നമ്മുടെ പ്രേക്ഷകർക്കായി സമയം ഒന്ന് കണ്ടെത്തണം. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ചോദ്യങ്ങളൊന്ന് ചോദിച്ചോളുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും പ്രത്യേകമായിട്ടുള്ള നന്ദി. വീണ്ടും കാണാം.